ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. കാണാമല്ലോ അല്ലേ? കാണാം സാർ. രണ്ട് വീട്ടുകാർക്കും കാണാമല്ലോ. സോ അപ്പോ നമുക്ക് തുടങ്ങാം. നമ്മള് അടുത്തതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടുത്ത ടോപ്പിക്ക് എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. അത് നമ്മൾ പറഞ്ഞ് തുടങ്ങിയായിരുന്നു തോന്നുന്നു അല്ലേ? സാരമില്ല, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഞാൻ ഒന്നും കൂടെ പറയാം. The expenditure method is an used to estimate the national income by calculating the expenditure in the income by individuals, firms and government in a particular year. In economics, just like consumption expenditure, investment sources considered as expenditure. The summation of consumption expenditure, investment expenditure, and government expenditure is the total expenditure. ഇതിവിടെ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ചിലവ് രീതി അഥവാ ഈ എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. ഏതാണ്? ചിലവ് രീതി അഥവാ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഒരു വർഷം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ വിഷയത്തിൽ ഒരു വർഷം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏത് വർഷം മുതൽ ഏത് മാസം മുതൽ ഏത് മാസം വരെയാണ്? നമ്മളുടെ വിഷയത്തിൽ ഈ ഒരു വർഷം എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് മാസം മുതൽ ഏത് മാസം വരെയാണ്? ആരാണ് പറഞ്ഞത്? അനുഗ്രഹ അക്സ അജി ആണോ? ആണ് സാർ. ഓക്കെ, വെരി ഗുഡ്. സോ നമ്മളുടെ വിഷയത്തിൽ ഫൈനാൻഷ്യൽ ഇയർ ആണ് നമ്മൾ നോക്കുന്നത്. അല്ല, നമുക്ക് ജനുവരി ഡിസംബർ ഒന്നും വേണ്ട. നമ്മളുടെ ഫൈനാൻഷ്യൽ ഇയർ പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അപ്പൊ നമ്മൾ അതാണ് ഇവിടെ നോക്കുന്നത്. ജനുവരി ടു ഡിസംബർ എന്ന് പറയുന്നത് ഒരു കലണ്ടർ ഇയർ ആണ്. നമുക്കത് വേണ്ട. എന്ന് പറഞ്ഞാൽ വീട്ടിൽ കലണ്ടർ എടുത്ത് കീറി കളഞ്ഞേക്കല്ലേ. സാറ് പറഞ്ഞ് നമുക്കിനി അത് കലണ്ടർ വർഷം വേണ്ട, ഇനി ഇവിടെ കലണ്ടർ വേണ്ടെന്ന് പറഞ്ഞ് ആരും വീട്ടിൽ പോയി കലണ്ടർ എടുത്ത് കീറി കളയല്ലേടാ പിള്ളേരെ. സോ നോക്കിയേ, നമുക്ക്
ഇവിടെ നോക്കേണ്ടത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള സമയത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ക്ലാസ് എടുക്കാനിട്ടിരുന്നപ്പോഴാണ് ഭയങ്കര ഇടി മഴയായിരുന്നു. നമുക്കേ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ, രാവിലത്തെ ക്ലാസ്സിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച നമുക്ക് വൈകിട്ട് ക്ലാസ്സിൽ അത് ഗൂഗിൾ മീറ്റിലാക്കിയിട്ട് നമുക്ക് കുറച്ച് വീഡിയോസും കൂടെ വെച്ചിട്ട് ക്ലാസ് എടുക്കാം കേട്ടോ. രാവിലെ അതൊന്നും നടക്കത്തില്ല. വൈകിട്ടാകുമ്പോൾ നമുക്ക് 9-10 എന്ന് പറയുന്നത് ഒരു 9-20 ആയാലും കുഴപ്പമില്ലല്ലോ. അപ്പോഴും വില്ലനായിട്ട് വരുന്ന ഈ മഴയാണ്. നോക്കാം എന്തായാലും. ഓക്കെ, അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്ഥാപനങ്ങൾ, അതായത് വ്യക്തികളുടെ വരുമാനം, വ്യക്തികളുടെ വരുമാനം, അതേപോലെ തന്നെ സ്ഥാപനങ്ങളുടെ വരുമാനം, അതേപോലെ തന്നെ സർക്കാരിന്റെ വരുമാനം, ഇൻഡിവിജ്വൽ എക്സ്പെൻഡിച്ചർ, ഫേംസ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ഇവ മൂന്നും ആകെ ചിലവഴിക്കുന്ന എന്ന് വെച്ചാൽ ആകെ ചിലവാക്കുന്ന തുക ഏതൊക്കെയാണ്? വ്യക്തികള്, സ്ഥാപനങ്ങള്, ഗവൺമെന്റ്, അതായത് ഇൻഡിവിജ്വൽസ്, ഫേംസ് ആൻഡ് ഗവൺമെന്റ് എന്നിവ മൂന്നും ചേർന്ന് ചിലവാക്കുന്ന ആകത്തുകയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ 3 മെത്തേഡ്സ് പഠിച്ചു. ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് മെത്തേഡ്സ്? ഉറക്കെ അങ്ങോട്ട് പറയും, ഇച്ചിരി ഉറക്കെ അങ്ങോട്ട് പറ. ഏതൊക്കെയാണ്? പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് അല്ലേ? അപ്പോഴ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്താണെന്ന് ഇപ്പൊ മനസ്സിലായോ? എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്താണെന്ന് മനസ്സിലായി? ആർക്കെങ്കിലും മനസ്സിലാകാത്തവരുണ്ടോ? ഉണ്ടോ? ഗൂഗിൾ മീറ്റിൽ കയറുന്നവർ ശ്രദ്ധിക്കുക. ടീച്ച്മെന്റിൽ ഇതിന്റെ നോട്ട്സ് അവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നോട്ട്സ് എടുക്കാനൊക്കെ ഒരുപക്ഷെ പറ്റുമായിരിക്കാം കേട്ടോ. സോ കണ്ടല്ലോ, അപ്പൊ മനസ്സിലായല്ലോ എന്താണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന്. മനസ്സിലായല്ലോ ഇത്രയും? അടുത്ത പോയിന്റ്, ഡിഫിക്കൽട്ടീസ് ഇൻ കാൽക്കുലേറ്റിംഗ് ഡിഫിക്കൽട്ടി ഇൻ നാഷണൽ ഇൻകം, അതായത് ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ദ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഓഫീസർ or SICO
സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക് is official agency that estimate the national income of India. The estimation is done mainly for the purpose of the planning and developmental activities of requirement. That also has to understand the nature of national employment sectors and the types of employment the people are engaged in India. We make use of the product income and expenditure methods growth the estimate the national income. The assessment of national income is the job that is challenged by the practical and additional issues. അതായത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണെന്നാണ്. ഉപഭോഗ ചിലവ് അഥവാ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, നിക്ഷേപ ചിലവ് അഥവാ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, സർക്കാർ ചിലവ് അഥവാ പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഇവ മൂന്നും കൂടി ചേരുമ്പോഴാണല്ലോ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞു അല്ലേ? അതായത് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. അതായത് ഉപഭോഗ ചിലവ്, നിക്ഷേപ ചിലവ്, സർക്കാർ ചിലവ് അല്ലെങ്കിൽ പൊതു ചിലവ് എന്നും അതിനെ പറയാറുണ്ട്. പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റിന്റെ ചിലവിനെ പറയുന്ന പേരാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. എന്നിവ മൂന്നും കൂടി ചേരുമ്പോഴാണ് നമുക്ക് ആണല്ലോ മുകളിൽ പറഞ്ഞ ഏത് രീതി കണക്കാക്കിയാലും ദേശീയ വരുമാനം ഒന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണെന്നാണ്. അപ്പോൾ ഇന്ത്യയില് ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സർക്കാർ ഏജൻസി ഉണ്ട്. അതിന് ഒരു സർക്കാർ ഏജൻസി അല്ല ഒരു സർക്കാർ സ്ഥാപനമുണ്ട്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അഥവാ CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. എന്താണ് ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുക വാട്ട് ഈസ് ദ CSO എന്ന് ചോദിച്ചാൽ എന്തെഴുതണം?
അനുഗ്രഹ. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഓഫീസ് അല്ലേ? അടുത്ത ഫുൾ ഫോം ഓഫ് ദ CSO എന്ന് ചോദിച്ചാൽ എന്തെഴുതണം? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ബിനിൽ, സാർ വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ദ CSO? സെന്റർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഓക്കെ. സാന്ദ്ര കെ സന്തോഷ്, പറയടി മക്കളെ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ദ CSO? ഏജൻസി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. സർക്കാർ ഏജൻസി നമുക്ക് വേണ്ട. ഞാൻ ഫുൾ ഫോം ആണ് ചോദിച്ചത്. അപ്പൊ എന്തെഴുതണം? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. നീ ഒരാൾ മാത്രമേ ഉള്ളൂ? വേറെ ആരെയും കാണുന്നുള്ളൂ അല്ലെ? ടീച്ച്മെന്റിന്റെ അകത്ത് ആരൊക്കെയാണ് മലയാളം മീഡിയംകാരുള്ളത്? ടീച്ച്മെന്റിന്റെ അകത്ത് ആരാണ് മലയാളം മീഡിയംകാരുള്ളത്? ആരുമില്ല. ഇന്നല്ലേ നിങ്ങളുടെ PTA മീറ്റിംഗ് 9 CD? നിങ്ങൾ എന്തോ പേപ്പറും പേനയൊക്കെ എടുക്കും. മലയാളം മീഡിയംകാരുടെ എന്നാ സാന്ദ്ര? എപ്പോ? നിങ്ങൾ 7 മണിക്കാണ്? ഓക്കെ. സോ അപ്പോ 7 മണിക്കാണ്. നിങ്ങളുടെ CD-യുടെ ഇംഗ്ലീഷ് മീഡിയം നിങ്ങളുടെ എപ്പോഴാ? ഏഴരയോ? ഓക്കെ. സോ അപ്പോ നിങ്ങള് CD-ക്കാരെന്തോ പേപ്പറും പേനയൊക്കെ എടുത്തോണ്ടേ ഇരിക്കാവുള്ളെന്ന് പറയാൻ പറഞ്ഞു സാർ കേട്ടോ. സോ നോക്കിക്കോ. അപ്പോ ഇന്ത്യയില് ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ ഇത് നോക്കുന്നത്. വളരെ ഈ CSO എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒരു സർക്കാർ ഏജൻസിയാണ്. അപ്പോൾ CSO മുഖ്യമായിട്ടും അതിന്റെ കാൽക്കുലേഷൻ നടത്തുന്നത് സർക്കാരിന്റെ വികസന ആസൂത്രണ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിന്റെ കണക്കെടുപ്പ് നടത്തുന്നത്. മനസ്സിലായോ? സർക്കാരിന്റെ വികസന ആസൂത്രണ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ CSO പ്രധാനമായിട്ടും കണക്കെടുപ്പ് നടത്തുന്നത്. ഓക്കെ. അതായത് ജനങ്ങൾ ഏർപ്പെട്ടിട്ടുള്ള തൊഴിലുകള്, അതേപോലെ തന്നെ അവരുടെ തൊഴിൽ മേഖലകള്, എന്നിവയൊക്കെ തന്നെ CSOയുടെ ദേശീയ വരുമാനത്തിന്റെ കണക്ക് സഹായിക്കുന്നുണ്ട്. ഉൽപാദന രീതി അഥവാ പ്രൊഡക്റ്റ് മെത്തേഡ്, വരുമാന രീതി അഥവാ ഇൻകം മെത്തേഡ്, ചെലവ് രീതി അഥവാ എക്സ്പെൻഡിച്ചർ മെത്തേഡ് രീതികളും
ഈ 3 മെത്തേഡുകളും അല്ലെങ്കിൽ മേൽപ്പറഞ്ഞ 3 രീതികളും ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോള് ഈ 3 മെത്തേഡിലൂടെയാണ് നമ്മുടെ രാജ്യത്ത് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ദേശീയ വരുമാനം കണക്കാക്കുന്ന ഏജൻസി CSO ആണെന്ന് പറഞ്ഞു. പ്രധാനമായിട്ടും സർക്കാരിന്റെ വികസന ആസൂത്രണ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട കണക്കെടുപ്പാണ് CSO നടത്തുന്നതെന്ന് പറഞ്ഞു, അല്ലേ? Let us examine a few of them. Lack of reliable statistical data creates difficulty in estimating national income. The second one is there is necessity of calculating of the money value of goods and services more than once of the accounting. While they pass through the and stages of the production. മൂന്നാമത്തത് തേർഡ് സർവീസസ് ഓഫ് ഹൗസ് these words not included in national income. The fourth one is the production for goods self assumption is that included in the estimation of national income. Vegetable garden at home. അതായത് ഇവിടെ ശ്രദ്ധിക്കുക, അപ്പോൾ ഈ നാഷണൽ ഇൻകം കണക്കാക്കുന്ന ഈ ശ്രമകരമായ ദൗത്യത്തിന് ഒട്ടേറെ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. അവ ഏതെല്ലാമാണ് നമുക്കിന്ന് ഒന്ന് നോക്കാം. അതായത് ഒന്നാമത്തെ എന്ന് പറഞ്ഞ വിശ്വാസയോഗ്യമായ കണക്കുകളുടെ അഭാവം. അഥവാ ചില കണക്കുകൾ നമുക്ക് എപ്പോഴും പൂർണ്ണമായിട്ടും ലഭിക്കണമെന്നില്ല. അത്തരത്തിൽ വിശ്വാസയോഗ്യമല്ലാത്ത കണക്ക് അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായ കണക്കുകളുടെ അഭാവം. ആ കണക്കിൽ ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാം. അപ്പോൾ അതിനെ നമുക്ക് വിശ്വസിക്കാനുള്ള ചാൻസ് വളരെ ചിലപ്പോൾ തെറ്റിപ്പോകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഉൽപാദന പ്രക്രിയ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മെത്തേഡ്, ആ ഒരു രീതിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നോ അതിലധികമോ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം അഥവാ മണി വാല്യൂ കണക്കാക്കപ്പെടാറുണ്ട്. അതായത് ഉൽപാദന പ്രക്രിയയിലൂടെ സാധന സേവനങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോൾ അതിന്റെ പണമൂല്യം
അഥവാ മണി വാല്യൂ ഒന്നിലധികം തവണ കണക്കാക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനെ പറയുന്ന പേരാണ് ഡബിൾ കൗണ്ടിങ് അഥവാ ഒന്നിലധികം പണമൂല്യം കണക്കാക്കുന്നു. മൂന്നാമത്തതെന്ന് പറയുന്നത് വീട്ടമ്മമാരുടെ ഗാർഹിക ജോലി. നിങ്ങളുടെ അമ്മമാരൊക്കെ വീട്ടിൽ ജോലി ചെയ്യാറുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന അമ്മമാരാണ് ആണോ? അതോ നിങ്ങൾ തനിയെ ഉണ്ടാക്കി കഴിക്കുകയാണോ? അപ്പോൾ ഈ അമ്മമാര് നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ ഗാർഹിക ജോലി അവരും ചെയ്യുന്നതും ജോലിയാണ്. പക്ഷെ അവർക്ക് വരുമാനം കിട്ടുന്നത് പണം നിങ്ങൾ കൊടുക്കാറുണ്ടോ? ഉണ്ടോ? അവര് ചെയ്യുന്ന ജോലിക്ക് നിങ്ങൾ ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ നിങ്ങളോ അവർക്ക് അമ്മമാര് വീട്ടിൽ ചെയ്യുന്ന പണികൾക്ക് എന്തിനെങ്കിലും എന്നാ ഇരിക്കട്ടെ ജോലിയൊക്കെ ചെയ്യുന്നതല്ലേ ഒരു 4000 രൂപ എന്ന് പറഞ്ഞ് ആരെങ്കിലും കൊടുക്കാറുണ്ടോ? ഉണ്ടോ? ഇല്ല സർ. ഉറപ്പാണല്ലോ. പക്ഷെ അവര് ജോലി ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ അവര് ചെയ്യുന്ന ഗാർഹിക ജോലിയുടെ ഇൻകം ഇതിനകത്ത് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാറില്ല. ഓക്കെ, നാലാമത്തതൊന്നെന്ന് പറയുന്നത് സ്വന്തം ഉപഭോഗമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടില് ഒരു 10 വാഴക്കുല വെക്കുന്നു. 10 വാഴ വെച്ചിട്ട് അതിൽ നിന്നും 10 വാഴക്കുല നിങ്ങൾ വെട്ടിയെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ തന്നെ അത് കഴിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ഉപഭോഗത്തിനാണ് അത് നിങ്ങൾ ഉപയോഗിച്ചത് ആണല്ലോ. ചന്തയെ കൊണ്ട് കൊടുത്തിട്ടൊന്നുമില്ല. ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ സ്വന്തം ഉപഭോഗത്തിന് വേണ്ടി നമ്മൾ നിർമ്മിക്കുന്ന വസ്തുക്കളോ മറ്റു എന്തുമാകട്ടെ അതിൻ്റെ വരുമാനം ദേശീയ വരുമാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നില്ല. മറിച്ച് ആ വാഴക്കുല നിങ്ങൾ ചന്തയിൽ കൊണ്ട് വിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ ഉപഭോഗ ചെലവിൽ വരും. നിങ്ങളുടെ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ അത് നിങ്ങൾ സ്വയം കഴിക്കുന്ന നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് എടുക്കുന്ന ഒരു സാധനം പോലും കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചറിൽ വരാറില്ല, ഉപഭോഗ ചെലവിൽ വരാറില്ല. ആർ യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായോ? അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് വീട്ടിലെ പച്ചക്കറിത്തോട്ടമാണ്. അതായത് നിങ്ങളുടെ വീട്ടിലേക്ക് വെജിറ്റബിൾ ഗാർഡൻസ് ഉണ്ടാകാറുണ്ട്. ഇതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. മനസ്സിലായോ? അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ നിരക്ഷരതയാണ്, ഇല്ലിട്രസി. ആ ഇല്ലിട്രസി കണക്കെടുപ്പിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഇല്ലിട്രസി ഉള്ള ഒരാളോട് പോയിട്ട് നിങ്ങളുടെ വീട്ടിലെ നാഷണൽ ഇൻകം അല്ലെങ്കിൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ എത്ര, ഇൻഡിവിജ്വൽ ഇൻകം എത്ര എന്നൊക്കെ പോയി ഇംഗ്ലീഷ് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവുമോ? ആവോ? അല്ലെങ്കിൽ മറിച്ച് ഒരാളോട് പോയി ചോദിക്കുക, അമ്മച്ചിയുടെ വീട്ടിലെ ഉപഭോഗ ചെലവ് എത്ര? അമ്മച്ചിയുടെ വീട്ടിൽ ഒരാൾക്ക്
ലഭിക്കുന്ന വരുമാനം എത്ര എന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ആരും ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാറില്ല. ഉണ്ടോ? അന്നു കിട്ടുന്ന അന്നു ചിലവാക്കുന്നു ചിലര്, അല്ലേ? ചിലവരത് നോട്ട് ചെയ്ത് വെക്കാറുണ്ട്, മറ്റു ചിലർ അതൊന്നും നോട്ട് ചെയ്ത് തരുന്നില്ല. എന്ത് ചെയ്യും? കിട്ടുന്നത് അന്ന് ചിലവാക്കുക. അവരുടെ അത്രേ കാണത്തുള്ളൂ. ഇതൊന്നും ആരും കാൽക്കുലേറ്റ് ചെയ്ത് വെക്കത്തില്ല. അപ്പോൾ ഇതൊക്കെ നാഷണൽ ഇൻകം കണക്കാക്കുന്നതിലെ വൈഷമ്യങ്ങൾ, നാലാമത്തെ കാര്യമാണ്. ഓക്കെ, അതേപോലെ തന്നെ സർവീസിന്റെ മണി വാല്യൂ, സേവനങ്ങളുടെ പണമൂല്യം കണക്കാക്കുന്നതിലെ ബുദ്ധിമുട്ട്. അപ്പൊ സേവനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്, ആ സേവനങ്ങളുടെ പണമൂല്യം അല്ലെങ്കിൽ സർവീസ് നമുക്ക് കിട്ടുന്നതിലെ മണി വാല്യൂ കണക്കാക്കുന്നതിലുള്ള ബുദ്ധിമുട്ടും ദേശീയ വരുമാനം കണക്കാക്കുന്നതിലെ ഏറ്റവും വലിയ ഒരു വൈഷമ്യമായിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത്ര മനസ്സിലായോ? ignorance and illiteracy of the people create progressing collecting statistical data. അതായത് നിരക്ഷരത നാഷണൽ ഇൻകം കണക്കാക്കുന്നതിൽ അല്ലെങ്കിൽ സ്ഥിതിവിവര കണക്കുകൾ എടുക്കുന്നതിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടാണ്. The practical difficulty in assessing the money value of services that impaired the correct estimate of a national income. അതായത് സർവീസ് സെക്ടറിൽ നിന്നും ലഭിക്കുന്ന പണമൂല്യം കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ദേശീയ വരുമാനത്തിൽ സാധിക്കുന്നില്ല. ഓക്കെ, ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സ് മീൻഡ് the cost of a expenditure incurred by them. അതായത് ഉപഭോക്താക്കള്, നിങ്ങളൊക്കെ സാധനങ്ങൾ, നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ സാധനങ്ങൾ വാങ്ങാറുണ്ട്, അല്ലേ? ചന്തയിൽ പോയി, ചിറ്റാറ് ചന്തയിൽ പോയിട്ടും അല്ലെങ്കിൽ സീതത്തോട് മാർക്കറ്റ് ഉണ്ടോ പിള്ളേരെ? സീതത്തോട് ചന്തയുണ്ടോ? സീതത്തോടുകാരെ ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ പോയി സാധനങ്ങൾ വാങ്ങാറുണ്ട്, അല്ലേ? അപ്പോൾ ഈ സാധനങ്ങൾ വാങ്ങിയിട്ട് ഇന്ന് 150 രൂപയുടെ സാധനം വാങ്ങി എന്ന് ആരെങ്കിലും ഇന്ന് പോയി കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കാറുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? അതാരാ? കൂടുതലും പേരും അത് നോട്ട് ചെയ്ത് വെക്കാറില്ല. അതാരാ ഉണ്ടെന്ന് പറഞ്ഞേ? ആരാ പിള്ളേരെ ഉണ്ടെന്ന് പറഞ്ഞ ഒരാൾ? ആരാണ്? നോക്കിയേ, അപ്പൊ നമ്മളിൽ
കൂടുതലും ആൾക്കാർ, പിന്നെ ചില ആൾക്കാർ ഉണ്ടായിരിക്കാം, മേ ബി ഇല്ലായിരിക്കാം. എന്നാൽ ഭൂരിഭാഗം ആളുകളും ഇത്തരത്തിൽ കണക്ക് രേഖപ്പെടുത്തി വെക്കാറില്ല. അപ്പോൾ അത് നാഷണൽ ഇൻകം കണക്കാക്കുന്നതിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാത്തത്, ഉപഭോഗ ചെലവ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാത്തത് നാഷണൽ ഇൻകം കണക്കാക്കുന്നതിലെ ഏറ്റവും വലിയ ഒരു ഡിഫിക്കൽറ്റിയാണ്. മനസ്സിലായോ? ഓക്കെ. പിന്നെ സേവനങ്ങളുടെ പണമൂല്യം കണക്കാക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ട്. ഇതും ശരിയായിട്ടുള്ള ദേശീയ വരുമാനം നമുക്ക് കണക്കാക്കുന്നതിന് അതിനുള്ള ബുദ്ധിമുട്ട് നമ്മളെ ബാധിക്കുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ. Attempts are made to overcome these difficulties of that national income can be calculated more accurately. Sectoral contributions in as to in India national income. അടുത്ത പോയിന്റ് ആണ്. ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാകാത്തവരുണ്ടോ? സമയം എത്രയും പിള്ളേരെ? ഓക്കെ, വലിയൊരു പോയിന്റ് കൂടെ കഴിഞ്ഞിട്ട് നിർത്താം. ഓക്കെ. The sum of the income received from the primary, secondary and tertiary sectors constitution, അതായത് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, പ്രാഥമികം, ദ്വിതീയം, തൃതീയം എന്നീ മേഖലകളുടെ സംഭാവന the national income of a country. The table below providing domestic basic of these sectors to the gross domestic product of a India. അതായത് ഇന്ത്യയില് ദേശീയ വരുമാനത്തിൽ വിവിധ മേഖലകൾ നൽകുന്ന സംഭാവനകളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ് ആ മേഖലയെന്നും അല്ലെങ്കിൽ ഏതൊക്കെയാണ് ആ സെക്ടേഴ്സ് എന്നും നിങ്ങൾക്കറിയാം അല്ലേ? ആ സെക്ടേഴ്സുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഏതൊക്കെയാണ് ആ സെക്ടേഴ്സ്? പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷറി സെക്ടർ. പ്രാഥമിക മേഖല, തൃതീയ മേഖല ആൻഡ്
പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷറി സെക്ടർ. മനസ്സിലായല്ലോ? അതായത് ഈ 3 മേഖലകളിൽ നിന്നും, പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനം, ഈ 3 മേഖലകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ആകെ കൂട്ടുമ്പോഴാണ് ദേശീയ വരുമാനം നമുക്ക് കിട്ടുന്നത്. അവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഈ 3 മേഖലകളിൽ നിന്നും ലഭിക്കുന്ന GDPയുടെ വിഹിതം, അതൊരു പട്ടിക രൂപേണ അവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? അവിടെ ഇന്ത്യയിലെ GDPയുടെ വിവിധ സെക്ടേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ പെർസെന്റ് മെത്തേഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശതമാന കണക്കിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഫസ്റ്റ് കോളത്തിൽ, അവിടെ കോളമായിട്ട് തിരിച്ചിട്ടുണ്ട്, റോസ് ആയിട്ട്. ഫസ്റ്റ് കോളത്തില് സെക്ടർ ആണ് കൊടുത്തിരിക്കുന്നത്, മേഖലയാണ് കൊടുത്തിരിക്കുന്നത്. നോക്കുക, 2011-12 2011 to 2012 കണ്ടോ? പിന്നെ 2012-13 12 to 13. മൂന്നാമത് 13 to 14 2013 മുതൽ 2014 വരെ. 2013 to 2014. ഫസ്റ്റ് വണ് 2011 to 2012, 2012 to 2013, 2013 to 2014 എന്നിങ്ങനെ 3 കോളങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യ കോളത്തിൽ മേഖലയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്ടർ എന്ന് പറയുന്നത് പ്രൈമറി സെക്ടർ ആണ്. പ്രൈമറി സെക്ടറിൽ ഉൾപ്പെടുന്നതാണ് കൃഷിയും അതിന് അനുബന്ധമായിട്ടുള്ള മേഖലകളും. കണ്ടോ? അഗ്രികൾച്ചറൽ മെത്തേഡ് അത് പ്രൈമറി സെക്ടറിൽ ഉൾപ്പെടുന്നതാണ്. അഗ്രികൾച്ചറും അതിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളും. 2011 to 2012 എത്രയാണ് അവിടെ കാണിക്കുന്നത്? 17 പുസ്തകം ഇല്ല ആരുടെയും കയ്യില്? എന്താണ്? ആരുടെയെങ്കിലും കയ്യിൽ പുസ്തകം ഉണ്ടോ? ഉണ്ട് സർ. 2011 to 2012 എത്രയാണ് അഗ്രികൾച്ചറൽ സെക്ടർ? കൃഷിയും അതിനും അനുബന്ധവുമായിട്ടുള്ള മേഖലകളിൽ നിന്നും കിട്ടിയ വരുമാനം എത്രയാണെന്ന് നോക്കി. $17.9 അല്ലേ? 17.9. ഞങ്ങൾക്ക് 2015 to 2016, 2016 to 2017, 17 to 18 അങ്ങനെ 11. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കി, അത് നോക്കി. 2015 to 16 എത്രയാണ്? 20.10 അഗ്രികൾച്ചറൽ സെക്ടർ അല്ലേ? 17 അല്ല 16 20.35. 17 അല്ല 16
സോറി 17 എത്രയാണ്? 26.56. എന്തുവാടാ ഉറങ്ങി എഴുന്നേറ്റ് വന്നാണോ? നിങ്ങളപ്പോ ഈ 3 വർഷം കൂടെ നോക്കി അഗ്രികൾച്ചർ സെക്ടറിൽ അത് പ്രൈമറി സെക്ടറിൽ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട അതും അതിന്റെ അനുബന്ധ മേഖലകളും നോക്കി നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസിന് വർധനവാണോ ഉണ്ടായിട്ടുള്ളത്, ഇടിവാണോ ഉണ്ടായിട്ടുള്ളത്? ഗ്രോസ് ആണോ ഉണ്ടായിട്ടുള്ളത്, അല്ലെ ഇൻക്രീസ് ആണോ ഉണ്ടായിട്ടുള്ളത്, ഡിക്രീസ് ആണോ ഉണ്ടായിട്ടുള്ളത്? ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ഉണ്ടായിട്ടുള്ളത്? എന്താ ഉണ്ടായിട്ടുള്ളത്? ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? ഇൻക്രീസ് ആണ്. ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ വർഷത്തെ ഒന്ന് പറഞ്ഞേ. 20 ആയിരുന്നു ആണല്ലോ. അപ്പൊ രണ്ടാമത്തെ വർഷത്തില് 20.15. മൂന്നാമത്തെ വർഷത്തില് 19. മൂന്നാമത്തെ വർഷമായപ്പോ ഡിക്രീസ് ചെയ്തു ആണല്ലോ. മൂന്നാമത്തെ വർഷമായപ്പോ ഡിക്രീഷനാണ് ഉണ്ടായത്. കാരണം കുറയല്ലേ ഉണ്ടായത്. 20 നിന്നും 19 താന്നില്ലേ, ഇല്ലേ? അപ്പോൾ ഈ മേഖല അതിന്റെ വരുമാനത്തിൽ വർധനവാണോ കാണിക്കുന്നത് അതോ ഇടിവാണോ കാണിക്കുന്നത്? നമുക്ക് മനസ്സിലായി, ഇടിവാണ് കാണിക്കുന്നത്. ആദ്യ വർഷവും രണ്ടാമത്തെ വർഷവും ചിലപ്പം വലിയ ഡിഫറൻസ് ഇല്ല. പക്ഷെ മൂന്നാമത്തെ വർഷം നോക്ക്, 19 പോയിന്റായി, 20 നിന്നും 19 മാറി. അടുത്ത സെക്ടർ ഏതാണ്? സെക്കൻഡറി സെക്ടർ ആണ്, അല്ലെങ്കിൽ ദ്വിതീയ മേഖലയാണ്. അത് നോക്കി 2014 ഏത് വർഷം? സോറി 15, 16, 17 അല്ലേ നിങ്ങളുടെ പുസ്തകത്തില്? അതെ സാർ. ഓക്കെ. അപ്പോൾ 2015 നോക്കിക്കേ, വർഷം ഏതാണ്? എത്രയാണ് 15 കൊണ്ടുപോയിട്ട് 42 അല്ല 42 പോയിന്റ് വന്നു കഴിയുമ്പോൾ ഒരിക്കലും സംഖ്യ കൂട്ടി പറയരുത്. 42 എന്നേ പറയാവുള്ളൂ, 42 എന്ന് പറയരുത്. അല്ലെങ്കിൽ 01 എന്നേ പറയാവുള്ളൂ, 01 എന്നേ പറയാവുള്ളൂ. അല്ലെങ്കിൽ 10 വന്നാൽ 10 എന്നേ പറയാവുള്ളൂ. ശതമാനത്തിന് ശേഷം, ആ ഒരു കുത്തിന് ശേഷം വന്നു കഴിഞ്ഞാൽ കേട്ടോ. സോ നോക്കി, അപ്പോൾ ഒന്നാമത്തെ വർഷത്തിൽ എത്രയാണ്? 27.42 ആണല്ലോ. അടുത്ത വർഷം നോക്കി 26.88. അടുത്ത വർഷം 26.51. ഇവിടെയും എന്താണ് സംഭവിക്കുന്നത്? ഡിക്രീസ് ചെയ്യാണ് അല്ലേ? ആണ്. അടുത്ത മേഖല ഏതാണ്? അടുത്തത് ഏതാണ്? ഇവിടെ 2000, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, 2013, 14 കാലഘട്ടത്തെക്കാൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ മേഖല. ആ സമയത്തൊക്കെ 24 ഉള്ളായിരുന്നു കേട്ടോ. 2013, 12, 13, 14 കാലത്ത് ഈ വ്യവസായ മേഖല 22, 23, 24 ഒക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷെങ്കിൽ നിങ്ങളുടെ പുസ്തകം ആയപ്പോഴത്തേക്കും 15, 16 ആയപ്പോഴത്തേക്ക് 26 ആയി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇൻക്രീസ് ചെയ്യാണ് ഉണ്ടായത്. പക്ഷെ നമ്മുടെ പുസ്തകത്തില് നമ്മളുടെ പുസ്തകത്തിൽ കിടക്കുന്ന കണക്ക് പ്രകാരം ചെറിയ ഡിക്രീഷൻ സംഭവിക്കുന്നുണ്ട്. അടുത്തത്
അടുത്ത സെക്ടർ ഏതാണ്? സെമി സെക്ടർ അല്ലേ? നോക്കിയേ, സെമി സെക്ടർ നോക്കി. ആ സോറി, ടെർഷ്യറി സെക്ടർ നോക്കി, ഇയർ നോക്കി, 2015 ആ. അടുത്ത വർഷം 52.77. അതിന്റെ അടുത്ത വർഷം 53.85. കണ്ടോ? ഈ 3 മേഖലകളും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? മറ്റേത് സെക്ടർ കിടക്കുന്ന ആ ഒരു, അല്ലെങ്കിൽ ടേർഷ്യറി സെക്ടർ കിടക്കുന്ന കണക്ക് കണ്ടോ? ഏതാണ്ട് 53 ആണ് അല്ലേ? 53 ആണ് അത് കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ പ്രൈമറി സെക്ടർ തളർന്നുകൊണ്ടിരിക്കുകയാണ്, ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, അത് അധപതിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും കാർഷിക മേഖലയൊക്കെയാണ് പ്രൈമറി സെക്ടറിൽ വരുന്നത്, പ്രാഥമിക മേഖലയിൽ വരുന്നത്. ഇത് നമുക്ക് ഇച്ചിരി വിശദമായിട്ടൊന്ന് പഠിക്കേണ്ടതുണ്ട്. ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒന്നും മനസ്സിലായി കാണാനുള്ള സാധ്യതയില്ല. ഉണ്ടോ? ഇത്രയും ഭാഗം മനസ്സിലായോ? മനസ്സിലായി സർ. പറയൂ. മനസ്സിലായി. അപ്പൊ നമുക്ക് ഒന്നും എടുക്കണ്ടല്ലോ ഇത്. ഇത് എടുത്തിട്ടുള്ളത് CSOയുടെ കണക്കെടുപ്പിൽ നിന്നാണ് കേട്ടോ. CSOയുടെ കണക്ക് അവര് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് നിന്ന് എടുത്തിട്ടുള്ളതാണ് നമ്മൾ ഈ വായിച്ചത്. ഓക്കെ, അവിടെ കുറെ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ? അവിടെ കുറെ 3 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ? കണ്ടു സാർ. ഇവിടെ നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ ഉള്ള ഒരു പുതിയ ഒരു പ്രവണത എന്ന് പറയുന്നത് സേവന മേഖലയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. കണ്ടോ? അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, സേവന മേഖല വളരുന്നുണ്ട്. എന്നാൽ മറ്റ് 2 മേഖലകളും കാര്യമായ വളർച്ച കാണിക്കുന്നുമില്ല. അപ്പോൾ നിങ്ങൾ നോക്കുക, പ്രാഥമിക മേഖല ഒരു കാലത്ത് അതിന്റെ ഇന്ത്യയുടെ എക്കോണമിയുടെ ഒരു നട്ടെല്ലായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകിക്കൊണ്ടിരുന്ന മേഖലയാണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത്, പ്രൈമറി സെക്ടർ. നോക്കൂ, ഇന്ന് ആ പ്രൈമറി സെക്ടറിനെ പിന്തള്ളിക്കൊണ്ട് സെക്കൻഡറിയും ടേർഷ്യറി സെക്ടറുകളുമാണ് മുന്നേറുന്നത്. നിങ്ങൾക്കത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പ്രൈമറി സെക്ടർ എവിടെ കിടക്കുന്നു, സെക്കൻഡറി സെക്ടർ എവിടെ കിടക്കുന്നു, ടേർഷ്യറിയും സെക്കൻഡറി എവിടെ കിടക്കുന്നു എന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. കണ്ടോ? ആ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പോൾ ആ പട്ടിക നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാകും. ഈ ടേർഷ്യറി സെക്ടർ മറ്റു 2 മേഖലകളെ പിന്തള്ളിക്കൊണ്ട് കാര്യമായ വളർച്ചയാണ് നേടിയിട്ടുള്ളത്. മറ്റതൊക്കെ 26, 27 ഒക്കെ 19, 18 ഒക്കെ കിടക്കുമ്പോൾ ടേർഷ്യറി സെക്ടർ അല്ലെങ്കിൽ തൃതീയ മേഖല അത് 54, 55, 57 ഒക്കെയാണ് വളർച്ച ഗ്രോത്ത് കാണിക്കുന്നത്. അതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? മറ്റു 2 മേഖലകളെ പിന്തള്ളിക്കൊണ്ട് ടേർഷ്യറി സെക്ടർ ഗ്രോത്ത് ചെയ്യുന്നുണ്ട്, വളരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം.
ഓക്കെ. അപ്പോൾ ഇത്രയും ഭാവം മനസ്സിലായോ? സമയത്രയുള്ളരെ ഓക്കെ. സമയം കൂടിപ്പോയല്ലേ? ഓക്കെ, സാരമില്ല. നമുക്ക് അതൊന്ന് ആ ഒരു കാര്യം ഒന്ന് പറഞ്ഞു നിർത്താൻ വേണ്ടിയായിരുന്നു കേട്ടോ. അത് ഞാൻ മനസ്സിലായില്ലെങ്കിൽ അത് ആ കോളം ഒന്നും കൂടെ പറഞ്ഞു തരാം അടുത്ത ക്ലാസ്സിൽ കേട്ടോ. സോ ടീച്ച്മെന്റിൽ ഒരാളെ നിന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ ലെഫ്റ്റ് ചെയ്തോ. എനിക്കൊന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഗൂഗിൾ മീറ്റുകാര് ഞാൻ പേര് വിളിക്കുന്നവര് ലെഫ്റ്റ് ചെയ്ത് പോയിക്കോണം. ഓക്കെ സാർ. അഭിജിത്ത് സുരേഷ്, ലെഫ്റ്റ് ചെയ്തോടാ, ലെഫ്റ്റ് ചെയ്തു, വേഗം വേഗം ലെഫ്റ്റ് ചെയ്തു. ആദർശ് കെ ബൈജു, അജ്മൽ, അലീഷ ഇബ്രഹാം, മോളെത്തിയത് ഗംഗാജി, ടീന ജോൺസൺ, ജീന ജോൺസൺ, സാന്ദ്ര, ജീന ഇറങ്ങിക്കോ മോളെ. സാന്ദ്ര, സാന്ദ്ര,